ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ ആനയെ കുളിപ്പിക്കുവാനും വെള്ളം കൊടുക്കുവാനും ഒക്കെ അതിനെ കെട്ടിയ ഭാഗത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോകാനിരിക്കെയാണ് അടുത്തെത്തിയ പാപ്പാനെ ആന തുമ്പിക്കൈ കൊണ്ട് എടുത്തെറിഞ്ഞത്. പാപ്പാൻ ചന്തുവിൻ്റെ കഴുത്തിൽ, താടിക്കും കഴുത്തിനിടയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഉടനെ തന്നെ ഇയാളെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇയാളുടെ നില ഗുരുതരമല്ല, പരിക്ക് വലിയ ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഉച്ചയോടെ ആശുപത്രിയിൽ നിന്ന് അയാളെ കൊണ്ടുവരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ കുങ്കിയാന കുഞ്ചു ഈ നേരത്തെ തളച്ചിട്ടുള്ള സ്കൂൾ വളപ്പിൽ തന്നെയാണുള്ളത്. ചങ്ങലയിൽ തന്നെയാണ് ആന. മറ്റ് പ്രശ്നങ്ങൾ ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത് എങ്ങനെ മിഷനെ ബാധിക്കുമെന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് കുങ്കിയാനകളെ സംബന്ധിച്ച് അതിന് ഒന്നാം പാപ്പാനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റ് പാപ്പാന്മാരെ അനുസരിക്കുന്നതിനേക്കാൾ അത് ഒന്നാം പാപ്പാനെയാണ് അനുസരിക്കുക. അതൊരു പകുതി വന്യ സ്വഭാവത്തിലുള്ളതാണ് കുങ്കിയാനകൾ. അതിൻ്റെ പരിശീലനവും അതിൻ്റെ രീതിയും ഒക്കെ തന്നെ ഒരു പാപ്പാനെ മാത്രം അനുസരിക്കുക എന്ന തരത്തിലാണ്. പ്രത്യേകിച്ച് പാപ്പാനെ സംരക്ഷിക്കുവാൻ അത് ഏത് രീതിയിലും പ്രതികരിക്കുന്ന തരത്തിലാണ് അതിനെ പരിശീലിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് ആന പാപ്പാനെ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത്. ഈ മിഷൻ എങ്ങനെ ബാധിക്കുമെന്ന ചോദ്യം ഉയരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ഈ കടുവയെ കൃത്യമായിട്ട് ഏതിടത്ത് കണ്ടു എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നേരത്തെ കടുവ ഈ മേഖലയിൽ ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ക്യാമറ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി കടുവ ഈ സമയത്ത് ഏത് മേഖലയിലാണ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ കുങ്കിയാനകളെ ആ പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയുള്ളൂ. അതിന് ഇന്ന് സാധ്യത കുറവാണ് എന്ന തരത്തിലാണ് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ന് കുഞ്ചുവിനെ മിഷന് കൊണ്ടുപോകുന്ന സാഹചര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ പാപ്പാനെ എടുത്തെറിഞ്ഞത് ഇന്നത്തെ ദിവസം മിഷനെ ബാധിക്കുകയില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. നിലവിൽ വനംവകുപ്പിൻ്റെ സംഘം വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 50 ഇടങ്ങളിലായി സ്ഥാപിച്ച ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് ആദ്യത്തെ മിഷൻ്റെ ആദ്യത്തെ ഘട്ടം. അത് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടങ്ങുക. കടുവ എവിടെയാണെന്ന് മനസ്സിലാക്കി ആ പ്രദേശത്തേക്ക് കൂടുതൽ സംഘത്തെ നിയോഗിച്ച് അവിടെ നിന്നും അതിനെ പിടികൂടുക എന്ന തരത്തിലാണ് മിഷൻ്റെ നീക്കങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിലവിൽ പാപ്പാനെ ആന എടുത്തെറിഞ്ഞത് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു പാപ്പാനെ മാത്രമാണ് സാധാരണ കുങ്കിയാനകൾ അനുസരിക്കുക എന്നിരിക്കെ ഒന്നാം പാപ്പന് നേരെ ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത് എങ്ങനെ മിഷനെ ബാധിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ തൽക്കാലത്തേക്ക് ആനകളെ ഇപ്പോൾ മിഷന് കൊണ്ടുപോകേണ്ട ഘട്ടമില്ല എന്നതുകൊണ്ട് നിലവിൽ അത് മിഷനെ ബാധിക്കുകയില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്.